മുട്ടയിടാൻ വേണ്ടി ഒട്ടകപ്പക്ഷി ആ പ്രദേശം ആ നിലത്തെ ഒന്ന് പരത്തുന്ന കറക്റ്റ് ഒന്ന് വിരിച്ച് ശരിയാക്കിയെടുക്കുന്നില്ലേ, ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ദാഹാഹ എന്നുള്ളത്. അപ്പോൾ ഖുർആനിൽ അത് വളരെ വ്യക്തമായിട്ട് തന്നെ ഭൂമിയെ ഞാൻ നിങ്ങൾക്ക് പരത്തി തന്നില്ല എന്ന് പറയുമ്പോൾ അതിന് ഉപമിക്കുന്നത് ഒട്ടകപ്പക്ഷി എങ്ങനെയാണോ മുട്ടയിടാൻ വേണ്ടി ഭൂമിയെ പരത്തുന്നത് അതേ വിധത്തിലാണ്, അതിനെയാണ് ഉപമിക്കുന്നത്. പക്ഷെ അതിനെ എടുത്തിട്ടാണ് ഇവന്മാർ പറയുന്നത് ഭൂമിയെക്കുറിച്ച് പറയുമ്പോൾ ഒട്ടകപ്പക്ഷിയുടെ മുട്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഒട്ടകപ്പക്ഷിയുടെ മുട്ട എന്നൊന്നുമല്ല. അപ്പോൾ ഇതേപോലുള്ള ഉടായ്പകൾ ഇവർക്ക് കാണിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? മുഹമ്മദിൻ്റെ കാലഘട്ടത്തിലോ അതിനു മുമ്പോ എഴുതപ്പെട്ട യാതൊരു അറബി ഗ്രന്ഥങ്ങളും അറബി ഭാഷയിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ കോടിക്കണക്കിന് വരുന്ന മനുഷ്യരെ ഈ മതത്തിനകത്ത് തളച്ചിട്ട് നരകത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇതുപോലെയുള്ള ഉടായിപ്പുകൾ കാണിച്ച് മുസ്ലിങ്ങളെ മതത്തിനകത്ത് പിടിച്ചു നിർത്താൻ പറ്റുന്ന ഭാഷയിൽ തന്നെ തൻ്റെ വചനങ്ങളെ രേഖപ്പെടുത്തി വെക്കണം എന്ന് പിശാചിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് പിശാച് ഈ അറബി ഭാഷ തിരഞ്ഞെടുത്തത്. അല്ലാതെ അറബി ഭാഷയ്ക്ക് വല്ല മേന്മ ഉണ്ടായിട്ടൊന്നുമല്ല. അങ്ങനെ ആരും ചിന്തിക്കണം, അതൊക്കെ പിന്നീട് പറഞ്ഞുണ്ടാക്കുന്നതാണ്.